ഹായ് ഓൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കണക്കാക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളെയാണ്. ആ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നും ഡിഫൈൻ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ when you have nothing. അതായത് നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഡിറ്റർമിനേഷൻ. നിങ്ങൾക്കൊന്നുമില്ലായിരിക്കാം ഈ അവസ്ഥയിൽ, പക്ഷേ ആ അവസ്ഥ ഒന്നുമില്ലാതിരുന്നിട്ട് കൂടെ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു നിശ്ചയദാർഢ്യം, അത്രയും സ്ട്രോങ് ആയൊരു നിശ്ചയദാർഢ്യം നിങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തകർന്ന് തരിപ്പണമായാലും നിങ്ങൾക്ക് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തോറ്റുപോയാലും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളെപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ജയിച്ചിരിക്കണമെന്നില്ല. എല്ലായ്പ്പോഴും ജയം മാത്രം ഉണ്ടാകണമെന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ തോൽവികൾ വരാം, നിരാശകൾ വരാം, അങ്ങനെ പല കാര്യങ്ങളും വരാം. പക്ഷേ അത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ വീഴുന്നതൊരു കുറ്റമല്ല, വീണിട്ട് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. അതാ നമ്മൾ എത്രയും പെട്ടെന്ന് റെസിലിയൻ്റായി തിരിച്ചു വരുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മൾക്ക് അത് പല ആളുകൾ ഒത്തിരി സമയമെടുക്കും. അവർക്കൊരു തെറ്റ് പറ്റി അതിൽ നിന്ന് കരകയറി വരുവാൻ ഒത്തിരി സമയമെടുക്കും. കുറച്ച് ആളുകൾക്ക് അത് വളരെ കുറച്ച് സമയം മതി. പെട്ടെന്ന് അവർ ആ തെറ്റ് മനസ്സിലാക്കി അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നറിഞ്ഞ് വളരെ സ്പീഡിൽ അവർ തിരിച്ചു വന്ന് അവരുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കും. ഇങ്ങനൊരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ അത്രയും സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്കങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് റെസിലിയൻ്റ് ആകാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വരാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് ദ ആറ്റിറ്റ്യൂഡ്. when you have everything. അതെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് എല്ലാം ഉള്ളപ്പോഴുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും എല്ലാം നിങ്ങളുടെ കണ്ണെത്തും ദൂരത്തുണ്ട്. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. നിങ്ങൾക്കെല്ലാം ഉള്ളത് കൊണ്ട് നിങ്ങൾക്കതിൻ്റെ വ്യാപ്തിയും നിങ്ങൾക്ക് തീരുമാനിക്കാം, ആ ഡെപ്തും നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഇപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പണമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ. ആ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് നന്മ തിന്മകൾ ചെയ്യാനുള്ള വ്യാപ്തി അല്ലെങ്കിൽ ഡെപ്ത് വളരെ കൂടുതലാണ്, അല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പം ഒരു പക്ഷേ നിങ്ങൾ 1 കോടി രൂപ സമ്പാദിക്കുന്ന ഒരാളായിരിക്കാം ഒരു മാസം. എന്നാൽ നിങ്ങളൊരു കാറിലിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഒരു ഭിക്ഷക്കാരനെ കാണുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ 10 രൂപ കൊടുക്കാം ആ ഭിക്ഷക്കാരന്, അല്ലെങ്കിൽ ആ ഭിക്ഷക്കാരൻ എന്ത് കഴിച്ചു എന്ന് ആലോചിച്ച് ആ ഭിക്ഷക്കാരന് ഭക്ഷണം മേടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അതും കടന്ന് ആ ഭിക്ഷക്കാരനെ അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ആക്കാം.
ഇനി അതും കഴിഞ്ഞ് അയാളോട് ചെന്ന് നിങ്ങൾക്ക് അതിനും അപ്പുറമായി നിങ്ങൾക്ക് അയാളോട് സ്നേഹമായി നിങ്ങൾക്ക് എന്താണ് ചേട്ടാ എന്ന് വിളിച്ച് അയാളുടെ കാര്യങ്ങൾ തിരക്കാം. സോ ഇതെല്ലാം ഡെപ്താണ്. ഇതെല്ലാം ഓരോ ഡിഗ്രീസ് ഓഫ് കൈൻഡ്നെസ്സാണ്. നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ ഡിഗ്രി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡിഗ്രി, അതിനെ വില കുറച്ച് കാണുന്നില്ല. എന്നാൽ പോലും അത് നിങ്ങൾ 10 രൂപ കൊടുത്ത് നിങ്ങൾക്ക് പോകാം. അവിടെ നിന്ന് 1 കോടി രൂപ മേടിക്കുന്ന ആളാണ് നിങ്ങൾ ശമ്പളം. പക്ഷേ നിങ്ങൾക്ക് 10 രൂപ കൊടുത്ത് ഞാൻ എൻ്റെ പാട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാം. എന്നാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി കൂട്ടാം. ആ മനുഷ്യന് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാം. ഇനി അത് കഴിഞ്ഞ് അതിലും ഇതായി നിങ്ങൾക്ക് ഉള്ള ജോലിക്കാരെ വെച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാണ് എവിടാണ് എന്താണെന്ന് ചോദിച്ച് അദ്ദേഹത്തെ ഒരു അനാഥാലയത്തിലോ ഹോസ്പിറ്റലിലോ ആക്കാം. അങ്ങനെ ഇതാണ് ആ ഡെപ്ത് എന്നുദ്ദേശിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഏറിയും കുറഞ്ഞും ചെയ്യാം. നിങ്ങൾക്ക് ഉള്ളതിപ്പോൾ നിങ്ങൾക്ക് അത്രയും പവർ, നിങ്ങളുടെ കയ്യിൽ വളരെ പണമുള്ളപ്പോൾ അല്ലെങ്കിൽ പവർ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഡെപ്ത് വളരെ കൂടുതലാണ്. സോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാം ഉള്ളപ്പോൾ? അന്നേരം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്. നിങ്ങൾ വളരെ വിനീതനായി പെരുമാറുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളും നിങ്ങളുടെ കൂടെ കാണും. പക്ഷേ നിങ്ങളുടെ ഭയങ്കര പവറുണ്ട്, മണിയുണ്ട്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണെങ്കിൽ പല ആളുകളും നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നില്ല. അവരെ റെസ്പെക്റ്റ് ചെയ്യാതെ നിങ്ങളാണ് വലിയ ആളെന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആളുകൾ ഒത്തൊരുമിച്ച് നിൽക്കുവാൻ ആളുകൾ കാണണമെന്നില്ല. സോ അത് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും. സോ the attitude when you have everything. So that is very important. So these 2 things will define you. ഈ സമയമെടുത്ത് നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങളുടെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ജീവിതം നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഹോപ്പ് ഓൾ ഓഫ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.